പദ്ധതി നിർവഹണത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്പൂർണത അഭിയാൻ സമ്മാൻ സമാരോഹ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടെയും കൃത്യമായ ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രാദേശിക വികസന ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഓരോ പദ്ധതിയും നടപ്പിലാക്കപ്പെടുന്നത്. അതിന് മികച്ച ഉദാഹരണമാണ് പരപ്പ ബ്ലോക്കിന് ലഭിച്ച ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം പുരസ്കാരമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്പൂർണത അഭിയാൻ സമ്മാൻ സമാരോഹ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം പദ്ധതിയിലൂടെ പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതോടൊപ്പം പദ്ധതികളുടെ കാര്യക്ഷമതയും ഉറപ്പാക്കപ്പെടുന്നു. ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ബ്ലോക്കുകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം വ്യാപിപ്പിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറെ സഹായകരമാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. നമുക്ക് പലപ്പോഴും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരു കാര്യമാണ് ഈ കൺവേർജൻസ്. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ കാസർഗോഡ് പാക്കേജിനെ ഒക്കെ തന്നെ പല പഞ്ചായത്ത് പദ്ധതിയുമായി ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗൻവാടികൾ ഇപ്പോൾ നമ്മൾ 44 അംഗൻവാടികൾ കെട്ടാൻ വേണ്ടി പോവുകയാണ്. പഞ്ചായത്ത് ഫണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് പാക്കേജിൻ്റെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, അതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ടും കൂടി ചേർത്തുകൊണ്ട് അംഗൻവാടികൾ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കുറച്ച് ആൾറെഡി നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതൊരു നല്ല കൺവേർജൻസാണ്. അതോടൊപ്പം തന്നെ കൺവേർജൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഒരുപാട് പദ്ധതികൾ, റോഡുകളായാലും പാലങ്ങളായാലും നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതിയുമായും നമുക്ക് കൺവേർജ് ചെയ്യാൻ പറ്റും. പക്ഷേ കൺവേർജൻസ് നടക്കുന്നത് പ്രധാനമായും എനിക്ക് തോന്നുന്നു കാസർഗോഡ് പാക്കേജ് മാത്രമാണ്. മറ്റ് പദ്ധതികളൊന്നും തന്നെ അങ്ങനെ കൺവേർജൻസ് നടക്കുന്നില്ല. മുമ്പ് ചെയ്യുന്നത് പോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ആ സംയുക്ത പദ്ധതി പോലും ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് എത്രത്തോളം കൺവേർജൻസ് ഉണ്ടായിനി എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം അവാർഡ് തുകയ്ക്കുള്ള പദ്ധതികളുടെ ഡിജിറ്റൽ ലോഞ്ചിംഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. പരപ്പ ബ്ലോക്ക് പരിധിയിലുള്ള സംരംഭകരുടെയും കരകൗശല വിദഗ്ധരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും പ്രദർശന വിപണന മേളയായ ആകാംക്ഷ ഹേറ്റിന്റെ ഡിജിറ്റൽ ലോഞ്ചിംഗ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളുടെയും സജീവമായ ഇടപെടലുകളും ബ്ലോക്ക് പരിധിയിലെ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങളും പിന്തുണയും പ്രധാനമന്ത്രിയുടെ ഭരണ മികവിനുള്ള 2024 വർഷത്തെ പുരസ്കാരവും 2023 ഡിസംബറിൽ സൗത്ത് സോണിൽ 1ാം റാങ്കും സെപ്റ്റംബർ 2024 ദേശീയ തലത്തിൽ 2ാം റാങ്കും ഉൾപ്പെടെ കരസ്ഥമാക്കിയത് നിർണായകമാകുന്നു. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സമ്പൂർണത അഭിയാൻ ക്യാമ്പയിനിൽ ആരോഗ്യം, പോഷകാഹാരം, കൃഷി എന്നീ മേഖലകളിൽ ഉൾപ്പെട്ട സൂചകങ്ങളിൽ 100% കൈവരിക്കുന്നതിന് പ്രയത്നിച്ച ജനപ്രതിനിധികളെയും ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരെയും മുൻനിര പ്രവർത്തകരെയും പരിപാടിയിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, ജോയിന്റ് ഡയറക്ടർ ആർ ഷൈനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രജനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ രവി, രാജു കട്ടക്കയം, അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിൽ, ഗിരിജ മോഹൻ, പി ശ്രീജ, ടി കെ നാരായണൻ, പ്രസന്ന പ്രസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഒക്ലാവ് കൃഷ്ണൻ, പ്രമോദ് വർണ്ണം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ജി ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സ്വാഗതവും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.